കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാൻ AV മുകേഷാണ് മരിച്ചത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലായിരുന്നു ആക്രമണം. മരണത്തിൽ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും അനുശോചിച്ചു. ഇന്ന് രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ 3 അംഗ വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ AV മുകേഷ് താഴെ വീണു. ഇതിനിടെ കാട്ടാന മുകേഷിനെ ചവിട്ടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി AK ശശീന്ദ്രനും അനുശോചിച്ചു. നമുക്ക് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകരുത്. ആ രൂപത്തിലുള്ളൊരു ആലോചനയ്ക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി. മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവൻ നിലനിർത്തപ്പെടേണ്ട ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യാണ്. 1 വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന AV മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, AV മുകേഷ് ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയായി മാറുന്നു. മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും നിഖിൽ? TK പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മുകേഷിൻ്റെ ശരീരമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അവരുടെ ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ ആരംഭിക്കാൻ കഴിയൂ. അതാണ് ഒരു പരിമിതിയായി നിൽക്കുന്നത്. വൈകിട്ടോടുകൂടി മുകേഷിൻ്റെ ഭാര്യ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. തുടർന്ന് പാലക്കാട് പ്രസ് ക്ലബ്ബിലും അതിനുശേഷം മാതൃഭൂമിയുടെ പാലക്കാട്ട് യൂണിറ്റിലും പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും മൃതദേഹം മലപ്പുറം പരപ്പനങ്ങാടിയിലെ വസതിയിലേക്ക് കൊണ്ടുപോവുക. ഇന്നലെ വരെ നമ്മൾ കണ്ട ഒരു സഹപ്രവർത്തകനാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുന്നത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഞങ്ങൾ സഹപ്രവർത്തകരാരും തന്നെ ഇതുവരെ മുക്തരായിട്ടില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു വലിയ നഷ്ടം കൂടിയാണ് മുകേഷിൻ്റെ വിയോഗം. കാരണം ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് പരപ്പനങ്ങാടിയിലുള്ള ഫോക്കസ് എന്നൊരു പ്രാദേശിക ചാനലിലാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലി ആരംഭിക്കുന്നത്. ഞാനും മുകേഷും ഒരു ബൈക്കിന് പുറകിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും വിവിധ ഇടങ്ങളിൽ പോകുന്നു, വാർത്തകൾ ശേഖരിക്കുന്നു. ഇത് വൈകിട്ട് വന്ന് മുകേഷ് തന്നെ അത് എഡിറ്റ് ചെയ്ത് അത് വാർത്ത കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരുമിച്ച് തുടങ്ങിയ ആളുകളാണ്. തീർച്ചയായിട്ടും അവനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവനെക്കുറിച്ച് ഇത്രയെങ്കിലും പറയണം എന്നുള്ളത് കൊണ്ട് ആണ് ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല, മുകേഷ് പിന്നീട് അവൻ്റെ യാത്ര വളരെയധികം എടുത്തു പറയേണ്ടതായിരുന്നു. ഈ ഫോക്കസ് ചാനലിൽ നിന്ന് അവൻ ഇന്ത്യ വിഷനിലേക്ക് പോകുന്നു. ഇന്ത്യ വിഷനിൽ തന്നെ ഡൽഹി ബ്യൂറോയിലും കൊച്ചിയിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയിൽ എത്തിയതിന് പിന്നാലെയാണ് മുകേഷിൻ്റെ കഴിവുകൾ ഓരോന്നായി ഒരു ക്യാമറമാൻ എന്നതിലുപരി എന്തായിരുന്നു മുകേഷ് എന്ന് ഈ മാധ്യമ ലോകം തന്നെ തിരിച്ചറിയുന്നത്. ഒരുപാട് എഴുത്തുകൾ, മുകേഷിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ അതിജീവനം ബൈ മുകേഷ് AV എന്നുള്ളതാണ്. അവൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കുറിപ്പുകൾ അവൻ പങ്കുവച്ചിരുന്നു. തത്സമയ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ മുകേഷിൻ്റെ റിപ്പോർട്ടർ അവധിയിലാവുന്ന ദിവസം മുകേഷാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ തരത്തിലൊക്കെ ഒരു ക്യാമറമാൻ, അതിലുപരി ഒരു മികച്ച ജേർണലിസ്റ്റ്, ഒരു മനുഷ്യ സ്നേഹി, ആ തരത്തിലെല്ലാം തന്നെ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അതിദാരുണമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും മുകേഷിൻ്റെ ഈ വിയോഗം നമ്മളിൽ എല്ലാവരിലും പൊതുവെ വലിയ വേദന ഉണ്ടാക്കുകയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മുകേഷിൻ്റെ മൃതദേഹം എവിടെയാണുള്ളത്? മുകേഷിനെ പറ്റി പറയുമ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട, ഒറ്റയ്ക്കൊരു കുടുംബം പടുത്തുയർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. മുകേഷ് പഠിക്കുന്ന കാലത്ത് മുകേഷിനെ കോളേജിൽ ചേർക്കാനൊക്കെ ഞാനും മുകേഷിൻ്റെ അമ്മയും കൂടിയാണ് പോയത്. എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ.
അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുകയാണ്. ഇന്നലെയും കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കണ്ട ഒരു ചെറുപ്പക്കാരൻ, മുകേഷിന്റെ വിയോഗം നമുക്ക് ഉണ്ടാക്കുന്ന വേദന വളരെ അധികമാണ്. TK എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയേ കാസർഗോഡാണ് മുകേഷിന്റെ ഭാര്യ ഉള്ളത്. അവരിവിടേക്ക് എത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് അറിയിക്കുന്നത്. മാതൃഭൂമി കുടുംബം ഒന്നടങ്കം ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ ഭാര്യ കൂടി എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഇവിടുത്തെ നമ്മുടെ MP-യും ഒക്കെ ചേർന്ന് നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നല്ലൊരു മാധ്യമ പ്രവർത്തകനെ, നല്ലൊരു സുഹൃത്തിനെയാണ് എല്ലാവർക്കും നഷ്ടമാവുന്നത്. കാട്ടാനക്കുട്ടം പുഴ മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. മുകേഷിന് വിട.